നമസ്കാരം എല്ലാ കുട്ടികൾക്കും ഗിരീഷ് സാറാണ്. 30 ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ഫിസിക്സിന്റെ ആണ്. പ്ലസ് ടു ഫിസിക്സ് ആണ് ക്രിസ്മസ് എക്സാമിന് ആദ്യത്തെ പരീക്ഷ. നിങ്ങളുടെ 16-ാം തീയതി തുടങ്ങുന്നത്, ഐശ്വര്യമായിട്ട് തുടങ്ങുന്നത് ഫിസിക്സ് ആണ്. നിങ്ങൾക്കറിയാം ഏറ്റവും ടഫ് ടോപ്പിക് വരുന്നതാണ് പ്ലസ് ടുവിന്റെ ക്രിസ്മസ്, പ്രത്യേകിച്ച് സെക്കൻഡ് ഓൾട്ടർനേറ്റിംഗ് കറണ്ടും റിഫ്രാക്ഷൻ, നമ്മുടെ റയോപ്റ്റിക്സും, അങ്ങനെ നല്ല നല്ല പാഠങ്ങൾ. ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സും മാഗ്നറ്റിക്സും ഒക്കെ ഉള്ള ചെറിയ ചാപ്റ്റർ, വേവ് ഒപ്റ്റിക്സും അത്യാവശ്യം ഉള്ളതൊക്കെ നല്ല കിണ്ണം കാച്ചി സാധനമാണ്. അന്നേരം ഇതെല്ലാം ഒന്ന് നമുക്ക് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഈ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ആർക്കൊക്കെ വേണ്ടിയാണ്? ഒന്നും പഠിക്കാത്തവർക്കും, ഗംഭീര മാർക്ക് മേടിക്കേണ്ടവർക്കും, ശരാശരി മാർക്ക് മേടിക്കേണ്ടവർക്കും എല്ലാം ഇത് കണ്ടാൽ മതി. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. നിങ്ങൾ എന്തായാലും കമന്റ്സ് ഇട്ടേക്കുക. ഒരിക്കൽ ഓർത്ത് വെക്കുക, നിങ്ങൾ നേരത്തെ ഉള്ള നമ്മുടെ വീഡിയോസ് എല്ലാം കാണുക. കെമിസ്ട്രി ആയാലും മാത്സ് ആയാലും എല്ലാം ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ്, ഷുവർ ക്വസ്റ്റ്യൻസ് ഉറപ്പിച്ച കേട്ടോ. അന്നേരം ഈ വാട്സ്ആപ്പ് ഗ്രൂപ്പിലൊക്കെ നിങ്ങൾക്ക് കയറാം. നോട്ട്സും എല്ലാം സിമ്പിൾ ആയിട്ട് കിട്ടും. ആൻസറും കാര്യങ്ങളും എല്ലാം നിങ്ങൾ പറയുക. നിങ്ങളുടെ കമന്റ്സും നിങ്ങളുടെ ലൈക്കുകളും പോലെ ഇരിക്കും നമ്മുടെ വീഡിയോസ്. ഓക്കെ, തുടങ്ങാം. 30 ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ്, 30 ഇമ്പോർട്ടന്റ് ചോദ്യങ്ങൾ. ഏതിനു വേണ്ടിയുള്ള? എന്നാൽ ഇതിനകത്ത് ഫസ്റ്റ് ടൈമിൽ നിന്ന് 30% മാർക്ക് ഉണ്ട് മക്കളെ, സെക്കൻഡ് ടൈമിൽ 70%. അതെല്ലാം ഇവിടെ കൂട്ടി കൃത്യമായിട്ട് ലയിപ്പിച്ചിട്ടുള്ള സാധനമാണ് കേട്ടാ. ഉറങ്ങാതെ കേൾക്കണേ. ആദ്യത്തെ റിഫ്രാക്ഷൻ ത്രൂ എ പ്രിസം. റിഫ്രാക്ഷൻ ത്രൂ എ പ്രിസം എന്ന് പറയുന്നത് റേ ഒപ്റ്റിക്സിനകത്തെയാണ്. നിങ്ങൾ അത് ഈ ഇതൊരു എസ്സേ ആണ്. ഇത് നിങ്ങൾ ഈ എസ്സേ പഠിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിനകത്ത് ഡയഗ്രാം, റിഫ്രാക്ഷൻ ത്രൂ എ പ്രിസം വരച്ച് വ്യക്തമായിട്ട് വരികയും ID ഗ്രാഫ് എന്ന് പറയുന്ന ഗ്രാഫുകൾ ഉൾപ്പെടുത്തി വേണം നിങ്ങൾ ഈ എസ്സേ എഴുതാൻ. വളരെ സിമ്പിൾ ആയിട്ട് പഠിക്കുന്ന എസ്സേയാണ് റിഫ്രാക്ഷൻ ത്രൂ എ പ്രിസം. അതിന്റെ നമ്മളൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. ഇതൊരു വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. 90% ഈ ചാപ്റ്ററിൽ നിന്ന് നമ്മുടെ റേ ഒപ്റ്റിക്സിന് ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് റിഫ്രാക്ഷൻ ത്രൂ എ പ്രിസം. അടുത്തത് ലോസസ് ഓഫ് എ ട്രാൻസ്ഫോമർ, LOSS, ലോസസ് ഓഫ് എ ട്രാൻസ്ഫോമർ. നമ്മുടെ ഓൾട്ടർനേറ്റിംഗ് കറണ്ടിന്റെ ഏറ്റവും കൂടുതലോട്ട് ചോദിച്ചിരിക്കുന്ന ഷോർട്ട് ക്വസ്റ്റ്യൻ ആണ് ലോസസ് ഓഫ് എ ട്രാൻസ്ഫോമർ. നമുക്കറിയാം കോപ്പർ ലോസ്, അയൺ ലോസ്, മാഗ്നറ്റിക് ഫ്ലക്സ് ലീക്കേജ്, ഹിസ്റ്റീരിസ് ലോസ്, ഇതൊക്കെ മിനിമൈസ് ചെയ്യുന്ന രീതിയോടെ നിങ്ങൾ പഠിച്ചിരിക്കണം. അതൊരു ഉറപ്പുള്ള ക്വസ്റ്റ്യൻ ആണ്. ലോസസ് ഓഫ് എ ട്രാൻസ്ഫോമർ മസ്റ്റ്. ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് 8ാമത്തെ ചാപ്റ്റർ ആണ്. കുറെ വേവ്സുകൾ, അതിന്റെ യൂസസും അത് എവിടെ പ്രൊഡ്യൂസ് ചെയ്യുമെന്നും ഉറപ്പായിട്ടും ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇതെല്ലാം ഉറപ്പിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. പിന്നെ വേവ് ഒപ്റ്റിക്സിനകത്തെ പ്രൂവ് ലോ ഓഫ് റിഫ്രാക്ഷൻ. റിഫ്രാക്ഷൻ ഒരു ലോ ആണല്ലോ, നമ്മുടെ സ്നെൽസ് ലോ. N = sin I by sin R using ഹൈജീൻസ് പ്രിൻസിപ്പിൾ. ഹൈജീൻസ് പ്രിൻസിപ്പിൾ അനുസരിച്ച് സ്നെൽസ് ലോ ഓഫ് റിഫ്രാക്ഷൻ പ്രൂവ് ചെയ്യുന്ന വേവ് ഒപ്റ്റിക്സിനകത്തെ സംഭവം ചെറിയൊരു 3-4 സ്റ്റെപ്പേ ഉള്ളൂ. പക്ഷെ 4 മാർക്കിനോ 5 മാർക്കിനോ ചോദിക്കുവാൻ കണങ്കാച്ചി സാധനമാണ്. ലെൻസ് മേക്കേഴ്സ് ഫോർമുല. വീണ്ടും റേ ഒപ്റ്റിക്സ് ആൻഡ് ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ്സിനകത്തെ ഈ ക്രിസ്മസ് പരീക്ഷയിലെ ഏറ്റവും വെയിറ്റേജ് ഉള്ള 2 ചാപ്റ്റർ അതാണ്. ഒന്ന് ഓൾട്ടർനേറ്റീവ് കറണ്ടും, 2 റേ ഒപ്റ്റിക്സും. ഇതിനകത്തൊന്ന് ചറവറ ക്വസ്റ്റ്യൻസ് വരും കേട്ടാ. ലെൻസ് മേക്കേഴ്സ് ഫോർമുല 1/v - 1/u = 1/f. എസ്സേ ആണ്, 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ആദ്യത്തെ 5 ക്വസ്റ്റ്യൻസ്. ഓക്കെ, 6ാമത്തിലോട്ട് നമുക്ക് കിടക്കാം. LCR സർക്യൂട്ട് അടുത്ത എസ്സേ AC-ക്കകത്തെയാണ്. അത് ഡീറ്റെയിൽഡ് സ്റ്റഡി ഇപ്പോൾ ആവശ്യമില്ല. 5-6 പേജൊക്കെ ഉള്ളായിരുന്നു. അതൊക്കെ ഒന്ന് 1.5 പേജായിട്ട് കുറുക്കിയിട്ടുണ്ട്. സിമ്പിൾ ആയിട്ട് പഠിക്കാവുന്ന എസ്സേ ആണ് LCR സർക്യൂട്ട്. സീരീസ് LCR സർക്യൂട്ട് എന്ന് ചോദിച്ചാലും സെയിം പിച്ചാണ് കേട്ടോ, സെയിം ആണ്. സീരീസ് LCR സർക്യൂട്ട് സെയിം ആണ് കേട്ടോ, അത് ഓർത്തോണം. അല്ലെങ്കിൽ മാഷെ LCR സർക്യൂട്ട് എന്ന് ചോദിച്ചു, സീരീസ് എന്ന് ചോദിച്ചു, അത് വേറെ അല്ല, രണ്ടും ഇരട്ട പറ്റാണ്. വീൻസ്റ്റൺസ് ബ്രിഡ്ജ് ഏത് പാഠത്തിനകത്താണ്? 3ാമത്തെ കറണ്ട് ഇലക്ട്രിസിറ്റിക്കകത്താണ്. മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. പബ്ലിക് എക്സാം ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കും കേട്ടോ. 2026 പബ്ലിക് എക്സാം വീൻസ്റ്റൺ ബ്രിഡ്ജ് ഉണ്ട് കേട്ടോ. അന്നേരം P/Q = R/S എന്ന് പറയുന്ന ലാസ്റ്റ് ഇക്വേഷൻ വരുന്നതാണ്. നല്ലതുപോലെ ഡയഗ്രാം വരയ്ക്കണം. വിത്ത് ഡയഗ്രാം അടിപൊളിയായിട്ട് വരയ്ക്കേണ്ടതാണ് വീൻസ്റ്റൺ ബ്രിഡ്ജ്. 8 ക്രിട്ടിക്കൽ ആംഗിൾ. നമ്മുടെ റയോപ്റ്റിക്സിനകത്തെയാണ്. പവർ ഓഫ് എ ലെൻസ്. പവർ ഓഫ് ലെൻസ് എന്ന് പറഞ്ഞാൽ റെസിപ്രോക്കൽ ഓഫ് ഫോക്കൽ ലെങ്ത്. TIR എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. മാഗ്നിഫിക്കേഷൻ. എന്താണ് മാഗ്നിഫിക്കേഷൻ? മാഗ്നിഫിക്കേഷൻ എവിടെ പോസിറ്റീവ് ആകാം, നെഗറ്റീവ് ആകാം. ഇതൊക്കെ ഓർക്കണം. പവർ ഓഫ് എ ലെൻസ് എവിടെ പോസിറ്റീവ് ആകാം, നെഗറ്റീവ് ആകാം. ഇതൊക്കെ ഓർക്കുക. ഇതെല്ലാം ഷോർട്ട് ക്വസ്റ്റ്യൻസ് ആണ്. 2 മാർക്ക് 1 മാർക്കിന്റെ ഒക്കെ പരിപാടികളാണ്. പവർ ഓഫ് എ ലെൻസ് മെഷർ ചെയ്യുന്ന യൂണിറ്റ് ഡയോപ്റ്റർ. ഓക്കെ, അടുത്ത
9 സിമ്പിൾ മൈക്രോസ്കോപ്പ് എസ് ആണ് റേ ഒപ്റ്റിക്സ് ആണ്. റേ ഒപ്റ്റിക്സ് ആൻഡ് ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ്സ് അതിന്റെ പേര്. സിമ്പിൾ മൈക്രോസ്കോപ്പ് നല്ല അടിപൊളിയായിട്ട് വേണം, റേ ഡയഗ്രാം വേണം, അതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ വേണം, ഇമേജ് കിട്ടുന്നത്, ഒബ്ജക്റ്റ് വെക്കുന്നത്, ഇമേജ് കിട്ടുന്നത്, നേച്ചർ ഓഫ് ദി ഇമേജ്, ആംഗുലർ മാഗ്നിഫിക്കേഷൻ, യൂസസ്, ലിമിറ്റേഷൻസ്, ഇത്രയും കാര്യങ്ങൾ സിമ്പിൾ മൈക്രോസ്കോപ്പിൽ വേണം. പിന്നെ അടുത്ത എസ്സെയാണ് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ്. ഇതുപോലെ തന്നെ ലിമിറ്റേഷൻസ് ഇല്ല, അഡ്വാൻറ്റേജ് ഉണ്ട്. അതിന്റെ ഒരു റേ ഡയഗ്രാം മസ്റ്റ് ആണ് കേട്ടോ, മാർക്ക് കിട്ടത്തില്ല അതില്ലാതെ ചെയ്താൽ. അതിന്റെ ഇൻട്രൊഡക്ഷൻ, പിന്നെ ആംഗുലർ മാഗ്നിഫിക്കേഷൻ, അഡ്വാൻറ്റേജസ്. പിന്നെ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാം, ഡിഫറൻസ് ബിറ്റ്വീൻ സിമ്പിൾ മൈക്രോസ്കോപ്പ് ആൻഡ് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ്. ഒരു ലെൻസേ ഉള്ളൂ സിമ്പിൾ മൈക്രോസ്കോപ്പിന്, രണ്ട് ലെൻസ് ഉണ്ട് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിന്. മാഗ്നിഫൈയിങ് പവർ ലോ ആണ്, സിമ്പിൾ മൈക്രോസ്കോപ്പ് മറ്റേ മാഗ്നിഫൈയിങ് പവർ ഹൈ ആണ്. ലെൻസിന്റെ ഡിഫക്റ്റുകൾ ഉള്ളതാണ് സിമ്പിൾ മൈക്രോസ്കോപ്പ്, ലെൻസിന്റെ ഡിഫക്റ്റുകൾ ഒന്നുമില്ലാത്തതാണ് നമ്മുടെ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ്. അങ്ങനെയുള്ള ഡിഫറൻസ് വളരെ സിമ്പിൾ ആയിട്ട് പഠിക്കാൻ പറ്റും. സിമ്പിൾ സാറേ ഞങ്ങൾക്ക് സിമ്പിൾ അല്ല എന്നല്ല, ഞാൻ നന്നായിട്ട് എഴുതി പഠിക്കണം. ഈ ചാപ്റ്റേഴ്സ് എല്ലാം എഴുതി പഠിച്ചാൽ മാത്രമേ, വരച്ച് പഠിച്ചാൽ മാത്രമേ നമ്മുടെ മനസ്സിൽ നിൽക്കത്തുള്ളൂ. അടുത്ത 10 ഇംപിഡൻസ്, അതായത് എ സി കറണ്ടിനെ തടുക്കുന്ന പ്രോപ്പർട്ടിയെ പറയുന്ന പേരാണ്. എ സിയെ തടുക്കുന്ന പ്രോപ്പർട്ടിയെ പറയുന്നതാണ് ഇംപിഡൻസ്. ഇംപിഡൻസ് ട്രയാങ്കിൾ, ഡെറിവേഷൻ ഓഫ് ഇംപിഡൻസ്. ഇതിന് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ഷുവർ ആണ്. 10 ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു. ആദ്യത്തെ 10 ക്വസ്റ്റ്യൻ തന്നെ നല്ല ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ കാണുമെന്നുള്ളത് ഉറപ്പിച്ചോളാം. 10 കഴിഞ്ഞു. 11ാമത്തെ ക്വസ്റ്റ്യൻ, പ്രൂവ് ലോ ഓഫ് റിഫ്ലക്ഷൻ യൂസിങ് ഹൈജീൻസ് പ്രിൻസിപ്പിൾ. നമ്മുടെ റിഫ്രാക്ഷൻ പോലെ തന്നെ വേവ് ഒപ്റ്റിക്സിനകത്തെ 4 മാർക്കിന്റെ ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ലോ ഓഫ് റിഫ്ലക്ഷൻ യൂസിങ് ഹൈജീൻസ് പ്രിൻസിപ്പിൾ. പിന്നെ കൊഹറന്റ് സോഴ്സ്, സെയിം ആംപ്ലിറ്റ്യൂഡ്, സെയിം വേവ് ലെങ്ത്, സെയിം ഫേസ് വരുന്നതിനാണ് കൊഹറന്റ് സോഴ്സ് എന്ന് പറയുന്നത്. വേവ് ഫ്രണ്ട്, എന്താണ് വേവ് ഫ്രണ്ട്? സ്ഫെറിക്കൽ വേവ് ഫ്രണ്ട്, സിലിണ്ടറിക്കൽ വേവ് ഫ്രണ്ട്, ഇതൊക്കെ ഈ 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. നമ്മളൊന്നും ചിലപ്പോൾ പഠിച്ചുകൊണ്ട് പോകത്തില്ല, ഇതൊക്കെ പരീക്ഷയ്ക്ക് വരും. ഡിസ്പ്ലേസ്മെന്റ് കറണ്ട്, നമ്മുടെ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിനകത്തെയാണ് ഡിസ്പ്ലേസ്മെന്റ് കറണ്ട്. അതിന്റെ പ്രോപ്പർട്ടീസ് സിമ്പിൾ സാധനമാണ്. 2 thin lenses in contact, ray optics and optical instruments. One of the most important short question, 1/f is equal 1/f1 plus 1/f2. corresponding ആയിട്ടുള്ള പവർ എന്ന് പറയുന്നത് P is equal to P1 plus P2 plus up to etc. പടം വരച്ച് 2 ലെൻസ് കൂടി ചേർന്ന് അതിന്റെ പടമൊക്കെ വരയ്ക്കുന്നതാണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഷോർട്ട് ക്വസ്റ്റ്യൻ. ഇനി ഫസ്റ്റ് ടൈമിൽ നിന്ന് ഉള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, ഫോഴ്സ് ബിറ്റ്വീൻ 2 പാരലൽ കണ്ടക്ടേഴ്സ് ക്യാരിങ് കറന്റ്. 2 പാരലൽ കണ്ടക്ടേഴ്സിന് ഇടയിലുള്ള ഫോഴ്സ് കണ്ടുപിടിക്കുക. F is equal to μ0/4π into 2I1 I2 by R. ഡിറൈവ് ചെയ്തെടുക്കുക. അതിന്റെ കൂട്ടത്തിൽ വേണമെങ്കിൽ ആംബിയറിന്റെ ഡെഫിനിഷൻ ചോദിക്കുക. ആംബിയറിന്റെ ഡെഫിനിഷൻ കേട്ടോ, ഇത് 2 ലിങ്ക്ഡ് ആണ് കേട്ടോ. 16 ഇലക്ട്രോമാഗ്നെറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. 6ാമത്തെ സെൽഫ് ഇൻഡക്ഷൻ, മെറ്റൽ അല്ല, മ്യൂച്വൽ ഇൻഡക്ഷൻ. സെൽഫ് ഇൻഡക്റ്റൻസ് ഓഫ് എ സോളിനോയിഡ്, കുഞ്ഞൊരു ഡെറിവേഷൻ, എലിനോൾ ഇക്വേഷൻ ആണ് മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ഓഫ് എ സോളിനോയിഡ്സ്. പലരും പഠിച്ചുകൊണ്ട് പോകാത്ത എന്നാൽ പബ്ലിക് എക്സാമിനൊക്കെ ഒരുപാട് റിപ്പീറ്റ് ചെയ്യുന്നതാണ് മോഷണൽ EMF. ആ ചാപ്റ്റർ തന്നെയാണ് ഇലക്ട്രോമാഗ്നെറ്റിക് ഇൻഡക്ഷൻ. E is equal to BLV എന്ന് കിട്ടൂടെ, E is equal to BLV. ഇനി എ സിക്കകത്തെ 2 ടോപ്പിക് എപ്പോഴും മാറിയും തിരിഞ്ഞു ചോദിക്കുന്നതാണ്. ഒന്ന് ഇംപിഡൻസും, 2 പവർ ഫാക്ടർ. പവർ ഫാക്ടർ cos y കണ്ടുപിടിക്കുന്നത് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. പവർ ഫാക്ടർ cos y യുടെ ഒരു ഡെറിവേഷൻ, പവർ ഫാക്ടറിന്റെ ഡെറിവേഷൻ ഏതെങ്കിലും ഒരു പവർ ഫാക്ടറിന്റെ ഉറപ്പിക്കാം. പിന്നെ ഏറ്റവും സിമ്പിൾ ആയിട്ട് പഠിക്കുന്ന ഒരു എസ്സെയാണ്, ഞാനൊക്കെ ഇലക്ട്രോമാഗ്നറ്റിക് ലാസ്റ്റിലാണ് പഠിക്കുന്നത്, AC ജനറേറ്റർ വർക്കിംഗ് പ്രിൻസിപ്പിൾ. E is equal to V0 sin omega t എന്ന് പറഞ്ഞ ഇക്വേഷൻ കണ്ടിട്ട് നമ്മൾ 5 ആംഗിൾ ഇങ്ങനെ കറക്കും. 0 ഡിഗ്രി, 90 ഡിഗ്രി, 180 ഡിഗ്രി, 270 ഡിഗ്രി, 360 ഡിഗ്രി. ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ഇതിന്റെ വാല്യൂസ് മാറിക്കൊണ്ടേയിരിക്കും. E is equal to 0, ഈ മാക്സിമം, E is equal to 0, വീണ്ടും മാക്സിമം, വീണ്ടും 0, ഇങ്ങനെ വരുന്നതാണ് എസ് എ ആണ്. പക്ഷെ എസ് എ ആണ്, കുഞ്ഞനാണെങ്കിലും കുഞ്ഞനല്ല, അത് എസ് എ ആണ്, പക്ഷെ എളുപ്പമാണ്. മിറർ ഇക്വേഷൻ 1/v plus 1/u is equal to 1/f. അത് ഏത് ചാപ്റ്റർ ആണ്? റേ ഒപ്റ്റിക്സ് ആൻഡ് ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ്സ്. അതായത് 20 ക്വസ്റ്റ്യൻസ്. എപ്പടി ഇருக்கு? പഠിച്ചുകൊണ്ടേ പോകാവുള്ളൂ. അടുത്ത 21ാമത് ക്വസ്റ്റ്യൻ, ഡിഫറൻസ് ബിറ്റ്വീൻ ഇന്റർഫറൻസ് ബാൻഡ്സ് ആൻഡ് ഡിഫ്രാക്ഷൻ ബാൻഡ്സ്. വേവ് ഒപ്റ്റിക്സിനകത്തെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഷോർട്ട് ക്വസ്റ്റ്യൻ ആണ്. 3 മാർക്ക് വരെ ചോദിക്കുക, ഇന്റർഫറൻസ് ബാൻഡ്, ഡിഫ്രാക്ഷൻ ബാൻഡ്സ്. ഇനി പ്രോബ്ലം ചോദിക്കുന്നു, ആപ്ലിക്കേഷൻ ചോദിക്കുന്ന 2 ക്വസ്റ്റ്യൻ ഉണ്ട്. പ്രത്യേകിച്ച് പ്രോബ്ലം, ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇക്വേഷൻ ഫോർ ബാൻഡ് വിഡ്ത്ത്, യങ്സ് ഡബിൾ സ്ലിറ്റിന്റെ ആണ്. ഇതാണ് ഇക്വേഷൻ. ഈ ബ്രാക്കറ്റ് വരുന്ന ഇതിലോട്ടങ്ങ് എഴുതാണ്. β is equal to d lambda by d. ഇത് പഠിച്ചുകൊണ്ട് പോകണം. ഇതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കും.
ബീറ്റ ഈസിക്കൽ ഡി ലാംഡ ബൈ ഡി. എനർജി സ്റ്റോറിന്റെ കപ്പാസിറ്റർ രണ്ടാമത്തെ ചാപ്റ്റർ ആണ്, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ കപ്പാസിറ്റർ. യു ഈസിക്കൽ ടു ഹാഫ് സി വി സ്ക്വയർ. ഇത് രണ്ടും ഇവര് ഡീറ്റെയിൽഡ് ഡെറിവേഷൻ നമുക്ക് പഠിക്കണ്ട, ഇക്വേഷൻ പഠിക്കണം എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒരു ദുരുദ്ദേശമുണ്ട്. എന്താ ദുരുദ്ദേശം? അത് വെച്ച് എന്തെങ്കിലും പ്രോബ്ലം ആപ്ലിക്കേഷൻ എഴുതിക്കാനോ ഉറപ്പിക്കാം കേട്ടാ. അടുത്ത 23, ഡിറൈവ് കപ്പാസിറ്റൻസ് ഓഫ് എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ. പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ C = എപ്സിലോൺ 0 A by D. ഇതിന്റെ പ്രോബ്ലം വളരെ ഇമ്പോർട്ടൻ്റ് കേട്ടോ, പ്രോബ്ലം പഠിച്ചോണം. പിന്നെ നമ്മുടെ സ്വന്തം സാധനം ഫസ്റ്റ് ചാപ്റ്ററിലെ ഇലക്ട്രോസ്റ്റാറ്റിക്സിനകത്ത് സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് ഗോസസ് തിയറം, അതിന്റെ 3 ആപ്ലിക്കേഷൻസ് ഏതെങ്കിലും ഒരെണ്ണം ചോദിക്കാം. പിന്നെ കപ്പാസിറ്റീവ് സീരീസ് ആൻഡ് പാരലൽ, കപ്പാസിറ്റീവ് സീരീസ് ആൻഡ് പാരലൽ മറ്റേ C = C1 + C2 + C3 1/C = 1/C1 + 1/C2 + 1/C3 നോക്കിക്കൊണ്ട് പോകണം കേട്ടാ. 26, മാഗ്നറ്റിക് എഫക്ട്സ് ഓഫ് ഇലക്ട്രിക്കലിനകത്തെ കൺവേർഷൻ ഓഫ് ഗാൽവനോമീറ്റർ ഇൻറ്റു അമ്മീറ്റർ, കൺവേർഷൻ ഓഫ് ഗാൽവനോമീറ്റർ ഇൻറ്റു വോൾട്ട് മീറ്റർ. പടം വരച്ച് വേണം പ്രോബ്ലംസ്, ഇതിന്റെ പ്രോബ്ലംസും വെരി ഇമ്പോർട്ടൻറ്റ്. സെയിം പ്രോബ്ലം ചോദിക്കും കേട്ടാ ടെക്സ്റ്റിനകത്ത് തന്നെ. എ സിക്കകത്ത് 2 ഷോർട്ട് ക്വസ്റ്റ്യൻ ആണ്, വാട്ട്ലെസ് കറണ്ടും ചോക്ക് കോയിലും. 27, 28 ആദ്യ ചാപ്റ്ററിനകത്തും രണ്ടാമത്തെ ചാപ്റ്ററിനകത്തൊക്കെ നമ്മൾ പഠിക്കുന്നതാണ്. ഈക്വി പൊട്ടൻഷ്യൽ സർഫസ് പ്രോപ്പർട്ടീസ്, ഇലക്ട്രിക് ഫ്ലക്സ്. മാഗ്നറ്റിക്സിനകത്തുള്ളതാണ് പാരാമാഗ്നറ്റിക്, ഫെറോമാഗ്നറ്റിക് ആൻഡ് ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസ്, അതിന്റെ പ്രോപ്പർട്ടീസ്, എക്സാമ്പിൾസ്. പാരാമാഗ്നറ്റിക്, ഫെറോമാഗ്നറ്റിക്, ഡയാമാഗ്നറ്റിക് നിങ്ങൾ കെമിസ്ട്രി പഠിക്കുന്ന, പക്ഷേ വ്യത്യാസമാണ് ഫിസിക്സ് പഠിക്കുന്നത്. പിന്നെ ലാസ്റ്റ് ബയോട്ട് സാവാർട്ട്സ് ലോ അതിന്റെ ആപ്ലിക്കേഷൻ, സർക്കുലർ ലൂപ്പ് നോക്കിക്കോണം, എസ് ആയിട്ട് നോക്കാം. ആംബിയേഴ്സ് സർക്യൂട്ടൽ തിയറം, ആംബിയേഴ്സ് സർക്യൂട്ടൽ തിയറം അതിന്റെ 3 ആപ്ലിക്കേഷൻ പഠിച്ചോണ്ട് 2 ആപ്ലിക്കേഷൻ, സോളിനോയിഡും ലോങ് സ്റ്റേറ്റ് കണ്ടക്ടർ. ഇത്രയും പഠിച്ചോണ്ട് പോവാണെങ്കിൽ നിങ്ങൾ ഒരു കാര്യം, എത്ര പാടുള്ള ക്രിസ്മസ് പരീക്ഷ ആണെങ്കിലും നിങ്ങൾക്ക് മിനിമം മാർക്ക് സ്കോർ ചെയ്യാം, ചിലപ്പോൾ മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാം. നിങ്ങൾക്ക് ഗംഭീരമായിട്ട് ആൻസർ ചെയ്യാം 100%. അന്നേരം വെയിറ്റേജ് ഏറ്റവും കൂടുതലുള്ള സൂപ്പർ 30 ക്വസ്റ്റ്യൻസ് ആണ്. ഇതുപോലെ കെമിസ്ട്രി, മാത്സ് എല്ലാം നിങ്ങൾക്ക് കിട്ടുകാഴ്ചയായിട്ട് വരും. ആദ്യമായിട്ട് ചാനലിൽ കാണുന്നവരും കമന്റ് പിടിക്കണം, ലൈക്ക് പിടിക്കണം, സബ്സ്ക്രൈബ് പിടിക്കണം, മറക്കരുത്. അന്നേരം ബാക്കിയുള്ള വീഡിയോസിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. Until then, bye bye. Never ever give up.